ലൈംഗിക രോഗമായ എയ്ഡ്സ് പോലും മാറുമെന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി മരണപ്പെടുന്ന ഒരു വിഭാഗം. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യർ. അതെ, ജനിച്ചതോ ജീവിച്ചതോ മരിക്കുന്നതായ യാതൊരുവിധ തെളിവുകളുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ, ആൽബിനിസം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശരത്താണ്. ശരത്തെ, നമസ്കാരം. നമസ്കാരം. ABC മലയാളത്തിലോട്ട് സ്നേഹം നിറഞ്ഞ. താങ്ക് യു. ശരത്തെ, ആദ്യം പറയാം, ഈ ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര പേര് കാണും, ഇതിനാർക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ABC മലയാളം ഈ വിഷയം എടുക്കുകയാണ്, സംസാരിക്കുകയാണ്. ഇഷ്ടമുള്ളവർ കാണട്ടെ. ആൽബിനിസം ഒരു രോഗമല്ല, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾ കാണുന്നത് ഇതൊരു രോഗാവസ്ഥയായിട്ടാണ്. ഈ കളറിനെ കളിയാക്കും, ഒന്ന് സായിപ്പേ മദാമേ എന്നുള്ള വിളികളുണ്ടാവും. അല്ലെങ്കിൽ ആണ് അല്ല എന്ന് തിരിച്ചറിഞ്ഞാലും നമുക്ക് കളിയാക്കി വിളിക്കാൻ അവരുടെ മേലെ കയറാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് പലരും ഇവരുടെ ഐഡൻറ്റിറ്റികളുണ്ട്. എന്തിന് ഒരു പ്രത്യേക കാലഘട്ടം വരെ ചില പ്രത്യേക മനുഷ്യർ ഞങ്ങളുടെ അടക്കം പേരുകൾ സേവ് ചെയ്തിരുന്നതും ഞങ്ങളെക്കുറിച്ച് പരസ്പരം പറയുന്നതും ഈ ഒരു കളറ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു വ്യക്തിത്വം ഇല്ല. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വ്യക്തിത്വം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അവർക്ക് താല്പര്യമില്ല. ഇതാണ് അവസ്ഥ. ആൽബിനിസം ഒരു രോഗമാണോ അതൊരു അവസ്ഥയാണോ? ആൽബിനിസം ഒരു അവസ്ഥയാണ്. നമ്മൾ രോഗമെന്ന് വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടില്ലാത്ത പല കാര്യങ്ങളെയും നമ്മൾ രോഗം എന്നാണ് കണക്കാക്കുക. അല്ലാതെ അതിനകത്ത് മാറാ രോഗങ്ങളുണ്ട്. ആൽബിനിസത്തെ ചിലർ രോഗമായിട്ട് കാണും, ചിലർ പകരുന്ന രോഗമായിട്ട് കാണും. അത് ഓരോ ആളുകളുടെ അജ്ഞതയാണ്. അവർക്ക് ഉദാഹരണം പറഞ്ഞാൽ ആൽബിനിസം പലപ്പോഴും ഇപ്പോഴാണ് ആളുകൾ കേൾക്കുന്നത് ആ വാക്ക്. എന്നാൽ ഇപ്പോഴല്ല അത് ശരിക്കും കേട്ടിട്ടുള്ളത്. ഇത് വെള്ളപ്പാണ്ട് എന്നതാണ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു. അത് അങ്ങനെയുമുണ്ട്, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. കാരണം ശരീരത്തിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം വെളുത്ത കളറ് വരുന്ന അസുഖമുണ്ട്. അത് വിറ്റിലിഗോ എന്ന് പറയും. നമ്മളെയും ഇങ്ങനെ തന്നെ പറയാറുണ്ട്. ഈ വെളുത്ത മീൻസ് ഇത് വെളുത്തതെന്തോ വന്നതായിട്ടാണ്. ആക്ച്വലി ഇത് നേരെ തിരിച്ചാണ്. കറുപ്പ് കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഇല്ലാത്തതാണ്. അതും ഞങ്ങൾക്ക് ജന്മന ഇല്ലാത്ത ആളുകളെ നമ്മൾ ആൽബിനിസം എന്ന് പറയും. ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന നഷ്ടപ്പെടുന്നതിന് നമ്മൾ വിറ്റിലിഗോ എന്ന് പറയും. ഓക്കെ. ശരത്തിന് ഇത്തരത്തിലുള്ള ഇൻസൾട്ടുകളോ ഒക്കെ നേരിട്ടിട്ടുണ്ടോ? എല്ലാ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇൻസൾട്ടുകളെ ഫേസ് ചെയ്ത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മുഖത്ത് നോക്കിയാണോ വിളിക്കുന്നത് അതോ അല്ലാതെയാണോ മാറിയെന്നാണോ? എന്താണ് അവർ ശരിക്കും? എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. അതായത് നമ്മളോട് ഇഷ്ടക്കേട് കാണിക്കുന്ന ഒരാളെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. പലതരത്തിൽ ഗ്രേഡ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാവും ഇത് രോഗമാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളുടെ മുഖം കണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഫോറിനർ ആണെന്ന് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ആളുകളെയും നമുക്ക് മനസ്സിലാവും. ശരത്ത് അകലെ നിന്ന് നടന്നു വരുമ്പോൾ ഫോറിനർ എന്ന് കരുതി അടുത്ത വർത്തമാനം പറയും. ഇപ്പോൾ ഈവൻ നമ്മൾ ബസ്സിൽ ഇരിക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ സോ സൈഡ് പ്ലീസ്, എക്സ്ക്യൂസ് മീ. ഈ സാധനം എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ഫോറിനർ ആണെങ്കിൽ കാണിക്കാനുള്ള റെസ്പെക്റ്റ് കൊണ്ട് ഇതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വഴിയും കൂടിയുണ്ട്. ആ എക്സ്ക്യൂസ് മീ പറയുന്നിടത്ത് അറിയാം നമുക്ക് അവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. അവരോട് ഞാൻ ചേട്ടാ ഞാൻ മാറിയിരുന്നോളാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ അവിടെ ഇരുന്ന് നരകത്തിനേക്കാൾ ഭംഗിയായിട്ട് അവിടെ വെന്തുരുക്കും. കാരണം അയാളുടെ ഉള്ളിലുള്ളത് ഇത് രോഗമാണെന്നോ ഇത് പകരുമെന്നോ ഒക്കെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സുഖം വരും. അതിന് ഞങ്ങൾ കാരണക്കാരല്ലല്ലോ. അറിഞ്ഞൊന്ന് പേടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഏതൊരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് ആളുകളുടെ അജ്ഞത. അപ്പോൾ ഇത് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതിനെ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് പറയാം. ആൽബിനിസം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. അതിൻ്റെ പേര് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ. ഇത് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള മാറ്റി നിർത്തൽ അനുഭവിക്കുന്നുണ്ടോ? അത് ഓരോ കാലഘട്ടത്തിലും ഓരോ ഫാമിലിയിൽ ജനിക്കുന്ന പോലെയാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലീനെ എനിക്കൊരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഉള്ള ഫാമിലിയിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ വീട്ടിൽ വലിയ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതെന്താണെന്ന് ചെറിയ പ്രായം മുതൽ അവർ മനസ്സിലാക്കും. എന്നെയും അത് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. എൻ്റെ ചുറ്റിലും ഒരുപാട് സ്റ്റിഗ്മകളില്ലാതെ വളർത്തും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പോസിബിൾ ആവണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയ ഡിസേബിലിറ്റിയോട് കൂടി ജനിക്കുന്ന കുട്ടികളുടെ വരെ പേരൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരവിടെ പോയതുകൊണ്ടാണ്, അവരത് ചെയ്തുകൊണ്ടാണ്, അവരിത് ചെയ്യാത്തതുകൊണ്ടാണ്, ഇത് ശാപം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ കുറച്ച് നാൾ മുമ്പ് അവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടി താഴേക്ക് വീണു, ഒരു ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ഒരു വീഡിയോ വന്നിരുന്നു. അതെ, ഇതൊന്നും അല്ലാതിരുന്നിട്ട് കൂടി ഒരു അശ്രദ്ധയ്ക്ക് പോലും കൊടുക്കേണ്ടി വരുന്ന കൊടുക്കേണ്ടി വരുന്നത് അതാണ്. അപ്പോൾ ആ സമയത്ത് ഇത് അവനവൻ്റെ കുട്ടിയല്ല, ഇത് വേർക്കാർക്കും ഉണ്ടായ കുട്ടിയാണ് എന്ന് മുതൽ
ഈ ഇരിക്കുന്ന ആളുകളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സർപ്പദോഷമാണ്, മറ്റേ ദോഷമാണ് എന്ന് മുതൽ അത് ഓരോ ജനിക്കുന്ന ജാതിയും മതവും അവരുടെ ഒരു സോഷ്യൽ സ്റ്റൈലും അനുസരിച്ചാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. മുതൽ സ്റ്റാർട്ട് ചെയ്യണം കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ. അതെ, ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് പണി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ചുറ്റിലുള്ള ആളുകൾക്കും എന്നെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതെന്നും എന്നെ ഏതൊക്കെ തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് ഏകദേശം അവർക്ക് ധാരണയുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആകുന്നത് വരെ എനിക്കുണ്ടാവുന്ന എല്ലാ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, അതായത് എന്നെ കളിയാക്കിയ ആളുകളുടെ അടുത്ത് ഞാൻ മാറി നിന്നിട്ടില്ല, ഇല്ല. അവിടെ തന്നെയാണ് എന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകൾ കളിയാക്കി, ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് വാശി പിടിച്ചാൽ എൻ്റെ പഠിത്തം നടക്കില്ല. അപ്പോൾ അതിനോട് ചേർത്ത് ഫൈറ്റ് ചെയ്യുമോ? ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലത് നമുക്കത് അന്നൊന്നും നമുക്കിത് ഫൈറ്റിംഗ് ആണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അടിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടാക്കുന്നതായിരിക്കും. അതായത് അന്ന് നമ്മൾ ഇന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ചെറിയ പ്രായത്തിൽ ഞാനും വഴക്കുണ്ട്, അവർ കളിയാക്കുന്നു, ഇവർ കളിയാക്കുന്നു, ഇവർ പേടിപ്പിക്കുന്നു, ഇവർ അടുത്തിരിക്കുന്നില്ല, ഇതെല്ലാം ഞാനും വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ടീച്ചേഴ്സ്, അവരുടെ പേരൻസ്, ബാക്കിയുള്ള ആളുകൾ, ഇവരൊക്കെ കുറച്ചും കൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടി ഫലമാണ് എന്ത്, ആ എന്നെ അടുത്തറിയുന്ന ആളുകളോടെല്ലാം ഇത് പകരില്ല, പടരില്ല, മറ്റ് കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആളുകൾ സ്ക്രീൻ ചെയ്തും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാത്ത ആളുകളോട് മാറി നിന്നും ഒക്കെ തന്നെയാണ്. അല്ലാണ്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്നവരോട് കൂടുതൽ അടുക്കുക, അല്ലാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. എനിക്കിപ്പോൾ ആ പറയുന്നതിൻ്റെ ഒരു പെയിൻ മനസ്സിലാവുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മുടെ കൂടെ ഇരിക്കാതെ മാറിയിരിക്കാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഭയങ്കര പെയിൻഫുൾ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളിയാണെന്ന് കണ്ടാൽ അവർ കൊണ്ടുവയ്ക്കുന്ന ഗ്ലാസ് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്ന ഗ്ലാസ് തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പകരരുത്, മേ ബി അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഒരാളുടെ അജ്ഞത ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റുള്ളവർക്കും കൂടിയുള്ള സ്റ്റിഗ്മയാണ്. അപ്പോൾ ആ കൊണ്ടുവന്ന ആൾക്കുള്ള പേടിയായിരിക്കാം അത്. പക്ഷെ അത് അങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഉടനെ തന്നെ കൈ തൂക്കുന്നു, അല്ലെങ്കിൽ കൈ ഇത് ചെയ്യുന്നു, ഇതൊക്കെ ഒരു വിതിൻ സെക്കൻഡിൽ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് നമുക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ വിശക്കും എന്ന് പറഞ്ഞ പോലെ ഒരാൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അടുത്തേക്ക് ഒരു ഭിക്ഷക്കാരൻ വന്നു, ഒരു 3 ആളുകളുടെ അടുത്ത് കൈ നീട്ടി, കൊടുത്തില്ല. ആ ചുറ്റിൽ വട്ടത്തുനിന്ന് പിന്നെ അയാൾ നിൽക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ അവിടെ നിന്ന് വഴിക്ക് കിട്ടത്തില്ല. പക്ഷെ ഒരുത്തനും ഞങ്ങളും ഏകദേശം ആ വിഷക്കാരെ പോലെ എന്ത് ചെയ്യേണ്ടി വരികയാണ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഭയങ്കര അഡാപ്റ്റ് ആവും. അതായത് ഒരു വന്യമൃഗങ്ങളുള്ള ഒരു കാട്ടിൽ ഒരു സാധാരണ മൃഗം വന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ്റെ, അമ്മേൻ്റെ, എൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെ, എൻ്റെ ഭാര്യേൻ്റെയൊക്കെ കൂടെ ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ ഇന്നും ഈ സൊസൈറ്റിയിൽ എനിക്ക് ഉറപ്പില്ല. ആളുകൾ ചിലപ്പോൾ ഏത് രീതിയിലും വിസിബിളായിട്ട് ബിഹേവ് ചെയ്യാം, വാക്കുകൊണ്ട് ഇൻസൾട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിന് പോലും ഇൻസൾട്ടഡായി ഡിപ്രഷൻ അടിച്ച് വേഷം കെട്ടി കളക്ടർ വരെ ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടെന്നും ചെറിയ പ്രായത്തിൽ ടീച്ചർ കളിയാക്കിയതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോഴും ട്രോമയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിറ്റ് ജീവിക്കുന്ന ആളുകളും മോട്ടിവേഷൻകാരൊക്കെ ഉള്ള കാലമാണ്. ആ സമയത്താണ് ഇറങ്ങി നിൽക്കുന്ന ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ചെവിയുണ്ടെന്ന് പോലും ഇല്ലാത്ത ധാരണയിലാണ് അവർ നമ്മളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. വി ആർ ഹ്യൂമൻസ്. ഇപ്പം ഞങ്ങൾ അറിയാം, നിങ്ങൾക്ക് അറിയാതിരിക്കാം. പക്ഷേ ആ ആളുടെ മുന്നിൽ തന്നെ വെച്ച് എടാ അത് അസുഖമൊന്നും ആണെന്നോ, ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ പകരും. ഇത് നമ്മളും കേൾക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റിലുള്ള ആളുകളും കേൾക്കുന്നുണ്ട്. ഇന്ന് ഇതിനൊരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. എന്താണെന്നറിയാമോ, മുമ്പ് ഒരു നാട്ടിലെ അന്ധവിശ്വാസം ആ ചുറ്റുവട്ടത്തെ കുറച്ച് അന്ധവിശ്വാസങ്ങളുടെ മാത്രമായിരുന്നു. ഇന്ന് ഓൺലൈൻ അടക്കം എല്ലാ ഗൂഗിൾ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഉള്ള അന്ധവിശ്വാസവും ലോകം മുഴുവൻ അത് നല്ലതും അറിയുന്നത് പോലെ തന്നെ ചീത്തയും അറിയും. ഓക്കെ, അപ്പോൾ ശരത്തൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടേതായ തെറ്റ് അല്ലല്ലോ ഇത് ശരിക്കും സംഭവിച്ചത്. ഇതൊരു നമ്മളെ ജന്മനാല നമുക്ക് സംഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ തെറ്റ് കൊണ്ട് നമുക്കൊരു ഇഷ്യൂ സംഭവിച്ചാൽ ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് ചെറുപ്പം മുതലും ഈ പ്രായം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് ശരത്ത്? അത് ഡിപ്പെൻസ് ആണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ അനുഭവം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് പിന്തിരിയാം.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ശരിയാണ്. തിരിച്ച് നമ്മുടെ ശത്രുക്കളല്ല. ഇപ്പം ഈ പറയുന്ന പലരെയും ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അജ്ഞതയാണ് പലപ്പോഴും. അതുകൊണ്ട് ഒരാളുടെ അറിവില്ലായ്മ അവരെ എനിക്ക് ശത്രുവായി കാണേണ്ട ആവശ്യമില്ല, അവരുടെ വാക്കുകളും. പക്ഷേ അതിന് ചില പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുണ്ട്. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. ഐനിക എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഒരു പക്ഷേ എന്നെ അവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് പോലും ഈ ആളുകളുടെ ബിഹേവിയറാണ്. എന്നോട് എൻ്റെ കുഴപ്പം കൊണ്ടുമല്ല, അവരുടെയും ബേസിക് കുഴപ്പം കൊണ്ടുമല്ല. എന്നാൽ ചില ആളുകൾ സ്ഥലകാലമൊന്നും നോക്കാതെ നടത്തുന്ന ചില ബിഹേവിയറുകളുണ്ട്. അതിൽ ഞങ്ങൾ പലപ്പോഴും ഇരയാവാറുണ്ട്. ഇപ്പോൾ ഈ ആൽബിനിസത്തിൽ അറിയില്ലാത്ത ഒരാൾ നമ്മളെക്കുറിച്ച് കമൻറ്റ് പറയുന്നതിനേക്കാൾ വളരെ ക്രൂരമാണ് ഈ വേനൽക്കാലത്തടക്കം ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു രോഗമല്ല, പ്രത്യേകിച്ച് ആളുകൾ രോഗമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുമെന്നെങ്കിലും മനസ്സിലാവാത്ത ആളുകളൊന്നും അല്ല കേരളത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്പർ 1 എന്നൊന്നും വിളിക്കരുത്. അങ്ങനെയുള്ള സ്ഥലത്തെ ആരോഗ്യമന്ത്രി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, എന്തിന് വാർഡ് മെമ്പർ മുതൽ ഇങ്ങടേക്കുള്ള ഒരു ജനപ്രതിനിധികളും ഒരു ആരോഗ്യ പ്രവർത്തകരും എന്ത് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഈ ആൽബിനിസവുമായി ബന്ധപ്പെടുത്തി ഈ കണ്ട ചൂടും ഈ കണ്ട വിഷയം ഉണ്ടായപ്പോഴും അത് മാറി ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി ക്ലൈമറ്റ് മാത്രം കൂളാവുമ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ഈ വരുന്ന ജൂൺ 13 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ആണ്. കേരളത്തിൽ അത് ആചരിക്കുമെന്ന് ഒരു ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ടാവും. അതായത് നിലവിൽ എന്തുകൊണ്ടാണ് ശരത്ത് ചൂടിനെ പറ്റി സംസാരിച്ചെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ശരത്ത് തന്നെ പറയും എന്തുകൊണ്ടാണ് ചൂടിനെ പറ്റി പറയാനുള്ള കാരണം. ആളുകൾക്ക് ആൽബിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറ് എന്ന് മാത്രമാണ് പൊതുവേ ഉള്ളൂ. ഈ കളറ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഇല്ലാത്തതാണെന്ന് ഒരു പരിധി വരെ ആളുകൾക്കറിയാം. പക്ഷേ ഈ മെലാനിൻ പിഗ്മെൻ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തെ സൂര്യനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേ ഉണ്ട്. ആ അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ മെലാനിനാണ്. അതുകൊണ്ടാണ് കൂടുതൽ കറുത്ത ആളുകൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് വെയിലിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതും കുറച്ചുകൂടി കളർ കുറഞ്ഞ ആളുകൾക്ക് വെയിലടിച്ച ടാൻ അടിക്കുന്നതും സാധാരണ മനുഷ്യർക്ക് പോലും സൂര്യാഘാതം ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ കാരണം അവരുടെ ശരീരത്തിന് മെലാനിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അത് പുറത്ത് മാത്രം വന്നാൽ പൊള്ളലായിട്ട് വരികയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ വരെ അത് ഹാംഫുൾ ആക്കുകയും അവർ പെട്ടെന്ന് മരിച്ചു പോവുകയും ഹൃദയാഘാതം ഉണ്ടാവാം, ഈ പറയുന്ന പോലെ മീൻസ് പാരലൈസ്ഡ് ആയി പോകാം. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സൂര്യാഘാതം നമ്മളൊക്കെ വാർത്തയിൽ കണ്ടിരുന്നു വേനൽക്കാലത്ത്. എന്നാൽ ഞങ്ങളുടെ ശരീരത്തിൽ ഈ മെലാനിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 30 ഡിഗ്രി ചൂട് അല്ലെങ്കിൽ 40 ഡിഗ്രി ചൂട് കൂടുതലാണെങ്കിൽ ഞങ്ങൾക്കത് എത്ര ഡിഗ്രി ചൂട് ഇരട്ടിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും അതൊരു 2 ഇരട്ടിയെങ്കിലും കൂടുതലായിരിക്കും, അങ്ങനെയെങ്കിലും ആയിരിക്കും. കാരണം അങ്ങനെ എനിക്കിപ്പോൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ഉറപ്പാണ്, ഈ അൾട്രാ വയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സിംഗിൾ സെല്ല് പോലും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏൽക്കുന്നതിനേക്കാൾ ചൂട് ഞങ്ങൾക്ക് ഏറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് റേ നിരന്തരമായി ഏറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സൂര്യാഘാതങ്ങൾ സ്ഥിരമായാൽ അവർക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാകും. ഇവിടെയുള്ള ആളുകൾക്ക്, അതായത് ജനിച്ചതിന് പോലും കണക്കില്ല, ജീവിക്കുന്നതിന് കണക്കില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരിൽ എത്ര ആളുകൾക്ക് സൺ പ്രോബ്ലംസ് ഉണ്ട്, ഇവർ എത്ര ആളുകൾക്ക് സ്കിൻ ക്യാൻസർ ഫേസ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും അറിയാൻ സാധ്യതയുണ്ടില്ല, ഇല്ല. സോ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യർ വരെ വെള്ളം കുടിച്ചതും നമുക്ക് അവധികൾ കൊടുക്കും ഒക്കെ ഉണ്ടായ കാലം. മൃഗങ്ങൾക്കും എല്ലാം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങളെ പോലുള്ള മനുഷ്യരെ, അതാണ് ആ അറിവ് കേട് ഒരു വ്യക്തി കാണിച്ചാൽ നമുക്ക് ഓക്കെയാണ്. പോലീസിൻ്റെ ഔദ്യോഗിക സൈറ്റിലും ആരോഗ്യവകുപ്പിൻ്റെ ഔദ്യോഗിക സൈറ്റിലും മുതലുള്ള ഔദ്യോഗിക സൈറ്റിലടക്കം പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം വെച്ചു. ഈ മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നാരും ചോദിച്ചില്ല. അല്ലെങ്കിൽ ഇത് പറയാമായിരുന്നത് ഒരു വാക്കാലെങ്കിലും ഈ പറയുന്ന ആരോഗ്യ വകുപ്പിന് ചെയ്യാമായിരുന്നു, സാമൂഹ്യനീതി വകുപ്പിന് ചെയ്യാമായിരുന്നു. ഇതിന് മുമ്പ് ഈ വെയിൽ കൂടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഫെബ്രുവരി ആദ്യത്തെ മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആൽബിനിസം ആളുകൾ വേനൽ പ്രത്യേകിച്ചും കൂടി വരുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൽബിനിസം മാസ്റ്റർ പ്ലാൻ ഈ വേനൽക്കാലത്തിന് മുമ്പ് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് കൊണ്ടുപോയി ഒരു 7-8 കാര്യങ്ങൾ എഴുതി കൊടുത്ത ഒരാളാണ് ഞാൻ. അതെ. എന്നിട്ടോ പിന്നീട് അതിന് അവിടെ നിന്ന് സാമൂഹ്യനീതി വകുപ്പിലേക്ക് ആ ഫയൽ പോയത് മാത്രം അറിയാം. പക്ഷെ അതിനുള്ള ഗൗരവം
ആ ഔദ്യോഗിക സംവിധാനങ്ങളും കൊടുക്കാതിരിക്കുകയും പിന്നീട് എലക്ഷൻ അനൗൺസ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ ജീവിതം എലക്ഷൻ മാനദണ്ഡങ്ങൾ എന്നുള്ള സാധനത്തിൻ്റെ പേരിൽ എവിടെയും പരിഗണിക്കും. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കാരണം എന്താ പറയുമോ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആൽബിനിസം പോലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവർ മരണപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ലോകത്ത് സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ? ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.